സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഇല്ലേ? അപ്പൊ ഈ സഹോദരിമാരും എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വേണം? ഒന്നിൽ കൂടുതൽ എന്തെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിന് 4 സഹോദരന്മാരുണ്ട്, പിന്നെ 2 സഹോദരിമാരുണ്ട്. ഇനി കത്തോലിക്ക ബൈബിളിൽ തന്നെ യാക്കോബിന്റെ ലേഖനം എഴുതിയത് അപ്പസ്തോലനല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിന് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം POCയുടെ ബൈബിളിന്റെ ആമുഖത്തിൽ നിന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. കാതോലിക ലേഖനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ലേഖനങ്ങളെ 2ആക്കി പഠിക്കണം. റോമ ലേഖനം കാതോലിക ലേഖനം അല്ലാതെ റോമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എഴുതിയതാണ്. കൊറിന്തിലെ സഭ കാതോലിക ലേഖനം അല്ല, അത് കൊറിന്തിലെ സഭയ്ക്ക് എഴുതിയതാണ്. അതുപോലെ തെസലോണിക്ക, എഫേസോസ്, കൊളോസിയർ, തിമോത്തി, ഫിലമോൻ ഇവർക്ക് എഴുതിയതൊന്നും കാതോലിക ലേഖനങ്ങളല്ല. കാരണം അതൊക്കെ ഒരു വ്യക്തിക്കോ ഒരു പ്രത്യേക സഭയ്ക്കോ എഴുതിയതാണ്. എന്നാൽ യാക്കോബ്, യോഹന്നാൻ, യൂദ, പത്രോസ് ഈ ലേഖനങ്ങളൊക്കെ കാതോലിക ലേഖനങ്ങളാണ്. കാരണം അതൊരു സഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല. നോക്കുക, കാതോലിക ലേഖനങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ ബൈബിളിൽ ഒരു മുഖവുര കൊടുത്തിട്ടുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനത്തിനാണ് മുഖവുര. പുതിയ നിയമത്തിൽ 5 യാക്കോബുമാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ലേഖനകർത്താവായി പരിഗണിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ ആയ യാക്കോബ് തന്നെയാണ്. മനസ്സിലായ? പുതിയ നിയമത്തിൽ 5 യാക്കോബുമാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ലേഖനകർത്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ, കന്യകാമറിയം 2ാമത് പ്രസവിച്ച കുഞ്ഞ്. അതാണ്, അവനാണ് അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുന്ന യാക്കോബ്. മനസ്സിലായോ? ഇനി ഗലാത്തിയ ലേഖനം എടുത്താലും പൗലോസ് പറയുന്ന ഈ യാക്കോബിനെ കാണിച്ചു തരാം. അത് ശ്രദ്ധിച്ചു വായിച്ചെങ്കിലേ മനസ്സിലാകൂ എന്ന് മാത്രം. ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യം. 3 വർഷത്തിന് ശേഷം കേപ്പയെ കാണാൻ ഞാൻ ജെറൂസലേമിലേക്ക് പോയി. ഞാൻ പോയി എന്ന് പറയുമ്പോൾ ആര് പോയി? പൗലോസ് പോയി. അവനോടൊപ്പം 10-15 ദിവസം താമസിക്കുകയും ചെയ്തു. പത്രോസിനോട് ഒപ്പം പൗലോസ് 10-15 ദിവസം താമസിച്ചു. അടുത്ത വക ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. അപ്പോൾ പത്രോസിനോട് കൂടെ പൗലോസ് 10-15 ദിവസം ജെറൂസലേമിൽ താമസിച്ചപ്പോൾ ആ സഭയിൽ അപ്പോൾ മൂപ്പനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ ആരെയും കണ്ടില്ല. കാരണം അവരൊക്കെ ഒന്നുകിൽ കൊല്ലപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ പോയിരുന്നു. മനസ്സിലായോ? അപ്പം ഈ യാക്കോബ് ക്രിസ്തുവിൻ്റെ സഹോദരനാണ്, അല്ലാതെ കണ്ട അപ്പസ്തോലന്മാരിലുള്ള യാക്കോബ് അല്ല. ഇങ്ങനെ നോക്കിയാൽ ക്രിസ്തു യേശുവിന് 4 സഹോദരന്മാരും കുറഞ്ഞത് 2 സഹോദരിമാരും ഉണ്ടായിരുന്നു കാണാം. ഇനി സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കിയാലും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാം. അതായത് ക്രിസ്തു യേശുവിന് 12 വയസ്സുള്ളപ്പോൾ അവർ പതിവ് പോലെ യെരൂശലേം പെരുന്നാളിന് പോയി. അങ്ങനെയല്ലേ വായിക്കുന്നത്? മടങ്ങി വരുമ്പോൾ ഈ അമ്മയ്ക്കും അപ്പനും ആകെ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വയ്ക്കുക. അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അവർ കർത്താവിനെ അന്വേഷിക്കാൻ തന്നെ തുടങ്ങിയത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 7 കുട്ടികൾ, ഒരു 10 വയസ്സുകാരൻ, ഒരു 9 വയസ്സുകാരൻ, 8 വയസ്സുകാരൻ, ഒരു 6 വയസ്സുകാരൻ, ഒരു 4 വയസ്സുകാരി, ഒരു 1 വയസ്സുകാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 6 എണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആർക്കാ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക? ഏറ്റവും ഇളയതിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടും. അങ്ങനെ കിട്ടി 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 നമ്മുടെ കർത്താവിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും അവർക്ക് ശ്രദ്ധയില്ലാണ്ടായി. ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടിട്ടാണ് അന്വേഷിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ 3 നേരത്തെ ചാപ്പാട് അകത്താക്കിയതിന് ശേഷം നടത്താം. എന്ന് വെച്ചാൽ 1ാമത്തെ നേരം ചാപ്പാട് അടിക്കാനിരുന്നു. കർത്താവ് അവരെ കൂടിയില്ല. വിചാരിച്ചു മുതിർന്ന ഏക്കനല്ലേ, ചാർച്ചക്കാരുടെ കൂടി ഉണ്ടാവും. അവർ 2ാമത്തെ നേരം ചാപ്പാടിക്കായിരുന്നു. ക്രിസ്തു യേശു ഇല്ല. അവർ വിചാരിച്ചു ചാർച്ചക്കാരുടെ കൂടെ ഉണ്ടാവും. 3ാമത്തെ നേരം, 3 നേരമുള്ളപ്പോഴൊക്കെ തിന്നണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. 3ാമത്തെ നേരം ഭക്ഷണം കഴിക്കായിരുന്നു. കിടന്നുറങ്ങി. നേരെ വന്നിട്ട് ചെക്കനെ കാണേണ്ടപ്പോൾ മറിയും പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയേ. അങ്ങനെയാണ് യൗസേപ്പി എന്നിട്ട് ചാർച്ചക്കാരുടെ ഇടയിലേക്ക് നോക്കിയപ്പോൾ സംഗതി ഇല്ല. എന്നിട്ടാണ് അവർ ജെറൂസലേമിലേക്ക്
മടങ്ങിയത്. അപ്പൊ ക്രിസ്തു യേശുവിന് സഹോദരി സഹോദരന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവനെ നഷ്ടപ്പെടുന്ന പ്രശ്നം ഉദിക്കുമായിരുന്നില്ല. കാരണം ഒന്നേ ഉള്ളെങ്കിൽ അതെപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ എഴുതപ്പെട്ട വചനവും സാഹചര്യ തെളിവുകളും വെച്ച് നോക്കിയാൽ മറിയത്തിന് കുറഞ്ഞത് 7 മക്കളുണ്ട്. അതിൽ മൂത്തതാണ് യേശു ക്രിസ്തു. അത് ക്രിസ്തു ദൈവത്തിൻ്റെ ഏകപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ മറിയത്തിൻ്റെ ഏകപുത്രൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, മറിയത്തിൻ്റെ ആദ്യജാതൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മറിയം നിശ്ചയമായും ക്രിസ്തു നിശ്ചയമായും മറിയത്തിൻ്റെ ആദ്യജാതനാണ്, ഏകജാതനല്ല. ഏകജാതനാണെങ്കിൽ അങ്ങനെ എഴുതുമായിരുന്നു. കാരണം ഏകജാതൻ എന്ന വാക്ക് ബൈബിളിൽ ഉണ്ടല്ലോ. ഏകജാതൻ എന്ന വാക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഏകജാതൻ എന്നാണ്. അതായത് തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൾ തൻ്റെ ആദ്യജാതനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അവിടെ ഏകജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ആദ്യജാതൻ. അപ്പൊ ഈ 7 എണ്ണത്തിനെയും പ്രസവിച്ചിട്ടും മറിയം കന്യകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. കാരണം തർക്കിക്കുന്നവരോട് നമുക്കൊന്നും തർക്കിക്കാനില്ല. ദൈവവചനത്തിൻ്റെ പൊരുൾ അറിയാത്ത ഒരാൾ നമ്മളുടെ അടുക്കൽ വന്നിട്ട് സഹോദര എങ്ങനെയാണ് അത് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ചുമതലയുണ്ട്. പക്ഷെ തർക്കിക്കാനും ഒരാളെ തർക്കത്തിലൂടെ നേടാനും ഒന്നും ഒരിക്കലും നമുക്ക് കഴിയില്ല. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് പ്രധാനമായും മറിയത്തോടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അതിന് പറയുന്ന പേര് 53 മണി ജപം എന്നാണ്. 53 മണി ജപം എന്ന് വെച്ചാൽ അതിന് ആ കൊന്ത സാധാരണഗതിയിൽ ഇങ്ങനൊരു വട്ടവും അടിയിലേക്ക് ഞാന്ന് കിടക്കുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് അല്ലേ, ഒരു ഞാത്തി. ഇനി നിങ്ങൾ ഈ ഞാത്തി മുകളിലേക്കായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതൊരു കൊലക്കയറ് പോലെ തോന്നും. എന്ന് വെച്ചാൽ സദ്ദാം ഹുസൈനെ തൂക്കിയ കൊലക്കയറ് നിങ്ങൾ കണ്ടില്ലേ എന്നതുപോലെ അത് വാസ്തവത്തിൽ ആത്മാവിൻ്റെ തൂക്കുകയറാണ്. അത് തർക്കിക്കൊന്നും വേണ്ട. ആ സാധനം പിടിച്ചു നോക്കിയാൽ കാണാം, ആ കുരിശ് കയ്യെ പിടിക്കുക, എന്നിട്ട് കൊന്തയുടെ ഒരു ഭാഗനെ വിടർത്തി പിടിച്ചു വയ്ക്കുക. അത് ശരിക്കും ഒരു തൂക്കുകയറ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ട് വെച്ചു കൊടുക്കുക വേണ്ടു. നരകം സ്വന്തമാക്കാൻ നിങ്ങളത് മുഴുവൻ ചെല്ലൊന്നും വേണ്ട. കാരണം ഒരൊറ്റ നന്മ നിറഞ്ഞ മറിയമേൽ നിങ്ങൾക്ക് നരകത്തിലെത്താനുള്ള സകല ദൈവദൂഷണമുണ്ട്. കാരണം നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് അവർ വിളിക്കുന്നത് അല്ലേ. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഗബ്രിയേൽ പറഞ്ഞിട്ടില്ല. ഗബ്രിയേൽ പറഞ്ഞത് കൃപ ലഭിച്ചവളെ എന്നാണ്. POCക്കാരുടെ ബൈബിളിൽ പോലും പറഞ്ഞിരിക്കുന്നത് നന്മ നിറഞ്ഞവളെ എന്നല്ല, കൃപ നിറഞ്ഞവളെ എന്നാ. നന്മയും കൃപയും തമ്മിൽ വ്യത്യാസമുണ്ട്. നന്മ എനിക്ക് തിരഞ്ഞെടുക്കാവുന്നതാ, കൃപ എനിക്ക് തിരഞ്ഞെടുക്കാവുന്നതല്ല. കൃപ ദൈവത്തിൻ്റെ ദാനമാണ്, നന്മ എനിക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ആളുകൾ ഒരുപിടി ആളുകളുണ്ട്. മറിയം മാത്രമൊന്നുമല്ല. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്തേക്കാൻ നോക്കിയാൽ മതി. ഞാൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനാ. കാരണം കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായ? അപ്പൊ കൃപ ലഭിച്ച ഒരാളെ കാണാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട, എൻ്റെ മുഖത്തേക്കാൻ നോക്കിയാൽ മതി. ഒരു കൃപ ലഭിച്ച ആളാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. കാരണം കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കൃപ ലഭിച്ചത് പഴയ നിയമത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, സകല മനുഷ്യരും ഒന്നുപോലെ പാപം ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിച്ച കാലത്തും നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ വാക്യം ഒരുപാട് ത്രസിപ്പിച്ചിട്ടുള്ളൊരു വാക്യമാണ്. അത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ബട്ട് നോഹ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. അവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കൃപ കണ്ടെത്തി. അപ്പൊ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കൃപ കണ്ടെത്തിയ ഒരുപാട് പേരുണ്ട്. അത് മറിയം ഒരാളൊന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ അവിടെ തന്നെ തുടക്കത്തിൽ തെറ്റി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. അത് ബൈബിളിൽ ഉള്ളതല്ല. അത് ചില ആളുകൾ ഉണ്ടാക്കിയതാണ്. കത്തോലിക്കരുടെ ബൈബിളിൽ പോലും നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് എഴുതിയിട്ടില്ല, കൃപ നിറഞ്ഞവളെ എന്നാണ്. വാസ്തവത്തിൽ നിറഞ്ഞവളെ എന്നുള്ളതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് കൃപ ലഭിച്ചവളെ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നന്മ അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയുന്ന പോലെ നന്മ നിറഞ്ഞവളെ സ്വസ്തി. സ്വസ്തി എന്ന് വെച്ചാൽ വന്ദനം എന്നേ അർത്ഥമുള്ളൂ. ഹെയിൽ മേരി
ഇംഗ്ലീഷിൽ നിർത്തി നോക്കിയേ, എന്താ കാണുന്നത്? ഹേയ് എന്ന് വെച്ചാൽ ഹലോ ബ്രദർ എന്ന് പറഞ്ഞാല് പ്രൈസ് ദി ലോർഡ് എന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ദൈവദൂതൻ വന്നപ്പോൾ ഒരാളെ ഹലോ എന്ന് വിളിക്കുന്നു. അതിന് അത് വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഗൾഫിലാണെങ്കിൽ റോട്ടിൽ കൂടെ നടന്നു പോകണം, ദുബൈയിലാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരാളുടെ പേരറിയില്ല, എന്താ വിളിക്കുന്നത്? അഹമ്മദ്. പേരറിഞ്ഞു തുടങ്ങി എല്ലാവരും വിളിക്കാവുന്ന ഒരു പേരാണ് അഹമ്മദ്. അഹമ്മദ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ എന്നായിരിക്കും, പക്ഷെ പേരിക്കറിയില്ല. അപ്പം ഞാൻ വിളിക്കുന്നതാണ് ഡോ എന്ന് പറഞ്ഞിട്ട് കൈയ്യോട് വിളിച്ചാൽ അടിയുള്ളൂ. അപ്പോൾ അവിടെ എന്താ വിളിക്കുക? അഹമ്മദ്. ദുബായിൽ അങ്ങനെയാണെങ്കിൽ മസ്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒഹോയ് എന്ന് വിളിക്കും. ഒഹോയ് എന്ന് വെച്ചാൽ ബ്രദർ എന്നർത്ഥം. അവൻ എൻ്റെ ബ്രദറാണോ? അല്ല. പക്ഷെ ഇപ്പം ബോംബെ ചെന്ന് കഴിഞ്ഞാൽ അരേ ബായ് ഏതര പക്കിടണം, ഇതൊന്ന് പിടിച്ച് പോച്ചെന്ന്, ഒരു ഭാരം കയ്യിലുണ്ടെങ്കിൽ ബായ്. എന്തായാലും അർത്ഥം നമ്മുടെ അമ്മ പറ്റ സഹോദരനാണോ? അല്ല. അതിന് അത്ര അർത്ഥമുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു വാക്ക് വിളിക്കണ്ടേ, അതിനു വേണ്ടി വിളിക്കുന്ന ഒരു വാക്കാണ് ഹേയ്. അപ്പൊ ദൂതൻ പറഞ്ഞതാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് സ്വസ്തി, ദ ലോർഡ് ഈസ് വിത്ത് യു. കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് കൂടെയുള്ള ഒരാളെ കാണണേ ഇങ്ങോട്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ കൂടെ കർത്താവുണ്ടോ? പ്രൈസ് ദ ലോർഡ്. പിന്നെ എന്നിട്ട് ഇത്ര വലിയ പൊങ്ങച്ചം പറയാനുള്ളത്? കർത്താവ് എൻ്റെ കൂടെയും നിന്റെ കൂടെയും ഉണ്ട്. കാരണം അവൻ്റെ പേരെന്തെന്നാ? ഇമ്മാനുവേൽ. എന്താ മനസ്സിലായോ?